വൈശുദ്ധ്യകൽപ്പനയെ കുറിച്ചാണ്. വൈശുദ്ധ്യകൽപ്പന എന്ന് പറയുമ്പോഴത്തേക്കും ദേശം രൂപഫലം ജയതീതി ഇതി ശേഷിച്ചം. അപ്പോൾ വൈശുദ്ധ്യകൽപ്പനയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് കുറേ മരുന്നുകളാണല്ലോ. പക്ഷേ ഈ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഡ്രഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രഗുകൾ അത് ശുദ്ധി ചെയ്തതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അതിൽ ഒരു യന്ത്രമാണ് ഡോല യന്ത്രം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഡോല യന്ത്രം ഒരു കുടം ഉണ്ടായിരിക്കും, ഒരു മൺകലം ഉണ്ടായിരിക്കും. അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൂടെ ഒരു നീളത്തിലുള്ള കമ്പും അതിനകത്ത് നമ്മൾ കിഴി കെട്ടി ശോധനം ചെയ്യാനുള്ള ഡ്രഗിനെ നമ്മൾ അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ശ്ലോകം എന്ന് പറയുന്നത് ദ്രവതവ്യേന ഭാണ്ഡസ്യ പൂരിതോദകസ്യ ച മുഖസ്യ ഉപയുക്തേ ദ്വാരാദ്വയം കൃത്വ പ്രയത്നതഃ തയോസ്തനിക്ഷിതേ ദണ്ഡം തന്മധ്യേ രസകോട്ടിലി ഗദ്വാദി സേതയെ ചെയ്ത ഡോലയന്ത്രം ഇത് സ്മൃതം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പാടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ പോലെ പഠിക്കാം. നമ്മൾ പഴയ സംഹിതകൾ നോക്കുക, ചരകം, സുശ്രുതം, അഷ്ടാംഗം ഒക്കെ നോക്കുമ്പോഴത്തേക്കും അവർക്കും അതിൽ ആചാര്യന്മാർക്കും പല തമാശ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആചാര്യം, നമുക്ക് ഇഷ്ടമുള്ള ആചാര്യം എടുത്തോ, എനിക്കതിലൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു ആചാര്യം നിന്ന് എടുക്കാം. അന്ന് പണ്ട് കാലത്തൊക്കെ സമയം നമ്മൾ നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരിക്കാം? നിഴൽ വെച്ചിട്ടായിരുന്നു സമയം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് ഒരു കമ്പ് വെച്ചിട്ട് അതിനകത്തൊരു കയറ് കെട്ടി അതിനകത്തൊരു കല്ല് കെട്ടിയിട്ട് അതിലേക്ക് സൂര്യവെളിച്ചം തട്ടുമ്പോൾ അതിനനുസരിച്ച് ഭൂമിയിൽ പതിയുന്ന നിഴലിനനുസരിച്ചായിരുന്നു സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് ഇവിടെ വെച്ചേക്കുക. ഇത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ ആചാര്യൻ, നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഗ്രാമസഭ കൂടും. വർഷത്തിൽ 1-2 തവണയൊക്കെ ഗ്രാമസഭ കൂടുന്നത്. അപ്പോൾ നമ്മുടെ ആചാര്യനും ടീമുമായിട്ട് ഇത്തവണ ഗ്രാമസഭ കൂടാനായിട്ട് തീരുമാനിച്ചത് ഗാർഗിയുടെ ആശ്രമത്തിൽ വെച്ചാണ്. ഗാർഗി എന്ന് പറയുന്നത് ആകെ ഒരേ ഒരു ഫീമെയിൽ സെയിൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഗാർഗി. അപ്പോൾ ഈ ഗാർഗിയുടെ അവിടത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആചാര്യം വേണമെങ്കിൽ നിങ്ങൾ പുനർവസുയാത്രേനെ തന്നെ എടുത്തോളൂ. ആചാര്യം ഇങ്ങനെ പോയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നേരത്തെ തന്നെ ചെന്നപ്പോഴത്തേക്കും ഗാർഗി അവിടെ എത്തിയിട്ടില്ല. ഗാർഗി വേറെ എവിടെയോ പോയിരിക്കുക. അപ്പോൾ അത്രയും നേരം ആചാര്യം എന്ത് ചെയ്ത് ധ്യാനിക്കാന്ന് തീരുമാനിച്ചു. ആചാര്യം ധ്യാനിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കണ്ട ഒരു പൂന്തോട്ടത്തിലേക്ക് നടന്നു പോവുമായിരുന്നു. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാൽനടയായിട്ട് യാത്ര ചെയ്യുമായിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തന്ത്രങ്ങൾ ഓർമ്മ വന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതിന് യന്ത്രം എന്ന് പേര് കൊടുത്തത്. പക്ഷെ യന്ത്രം എന്ന് പേര് കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാം ചെയ്യാൻ ഒരേ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ പേര് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിലൊന്നായിരുന്നു ഡോല യന്ത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗാർഗിയുടെ അടുത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണർ എന്തോ കുഴപ്പം വന്നു. അപ്പോൾ അവിടുത്തെ വെള്ളം കുടിച്ച ആൾക്കാർക്ക് ചില അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ ആചാര്യൻ വിചാരിച്ചു, അയ്യോ ഇതെന്താ പ്രശ്നം, ഇതൊന്നും അറിയണമല്ലോ. ഞാനൊരു ആചാര്യനല്ലേ, ഞാനൊരു കുശചത്മധരനല്ല, സിദ്ധസാധ്യതനല്ല, വൈദികഗുണ സമ്പന്നനാണല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് വന്ന് ചോദിച്ചാൽ എനിക്കിതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആചാര്യം എന്ത് ചെയ്തു? കിണറ്റിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി അദ്ദേഹം ഇറങ്ങുമോ? എങ്ങനെ ഇറങ്ങുന്നത്? അപ്പോൾ ആ കിണറിൽ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു കമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കയറുണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം കോരാനുള്ള പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കുടിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. അപ്പോൾ കിണറെല്ലാം നോക്കിയപ്പോഴത്തേക്ക് കിണറിൽ എന്തുണ്ട്? വെള്ളമുണ്ട്. പക്ഷെ അതിലെന്തില്ല? വൃത്തിയില്ല. അപ്പോൾ വൃത്തിയില്ലെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങൾ വരുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളായിരുന്നു അദ്ദേഹം ചെയ്യുന്നത്. ഇത് മറ്റൊരു ഉദാഹരണമാണ്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഡോല യന്ത്രത്തിലേക്ക് വന്നത്. കൊള്ളാലോ. കിണറിനെ ഒരു കുടമായിട്ട് സങ്കല്പിക്കാം, അതിനകത്ത് വെള്ളം ഒഴിക്കുക, പിന്നെ പിടിച്ചു കയറാനുള്ള കയറും പോരാനുള്ള പാത്രവും കമ്പും, ആദ്യം ഞാൻ പറഞ്ഞത് സമയം നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന അതേ മെത്തേഡ് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചു. ഇനി ഡോല യന്ത്രത്തിന് വേണ്ടിയിട്ട് ഒരു മൺകലമാണല്ലോ എടുത്തത്. മൺകലം ഉണ്ടാക്കണമെങ്കിൽ നല്ല ഉറപ്പുള്ള മണ്ണ് വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വൈശേഷിക ഗുണങ്ങൾ ഉപയോഗിച്ചു. വൈശേഷിക ഗുണങ്ങൾ എന്ന് പറയുന്നത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം. ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? ശബ്ദം വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കുറേ വ്യത്യസ്തമായിട്ടുള്ള മണ്ണുകൾ കണ്ടെത്തി. ചുവന്ന മണ്ണ്, കറുത്ത മണ്ണ്, മഞ്ഞ നിറത്തിലുള്ള മണ്ണ്, വെള്ള നിറത്തിലുള്ള മണ്ണ്, ഇതൊക്കെ